നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമയിൽ മാത്രമല്ല മുഖ്യമന്ത്രി റോളിലും വിജയ് തമിഴ്നാട് ജനതയ്ക്ക് രക്ഷകനായി മാറിക്കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതം ഇപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ്. വിജയ് തൃഷ ബന്ധം അറിഞ്ഞ ശേഷമാണ് സംഗീത നടനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചത്. വിജയ് തന്റെ ജീവിത പങ്കാളിയാണെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയുള്ള തൃഷയുടെ പെരുമാറ്റങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ്. വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൃഷ എത്തി ശോഭാ ചന്ദ്രശേഖരനെ തൃഷ അന്ന് ആലിംഗനം ചെയ്യുകയും ചെയ്തു. തൃഷ വിജയ് വിവാഹം ഉടനെ ഉണ്ടാകും എന്നാണ് അന്ന് വന്ന അഭ്യൂഹങ്ങൾ. ഇതിനുശേഷമാണ് പുതിയ അഭ്യൂഹം. കഴിഞ്ഞ ദിവസം വിജയുടെ പിറന്നാൾ ദിവസം ലോകമെമ്പാടുമുള്ള ആരാധകരും സിനിമാ ലോകവും രാഷ്ട്രീയ നേതാക്കളും ആശംസകളുമായി എത്തിയപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നടങ്കം തിരഞ്ഞത് ഒരു പോസ്റ്റിനു വേണ്ടിയായിരുന്നു, നടി തൃഷ കൃഷ്ണന്റേത്. എന്നാൽ ഇന്നലെ തൃഷയുടെ ഭാഗത്തു നിന്ന് ആശംസകൾ ഒന്നും വരാതിരുന്നതോടെ സോഷ്യൽ മീഡിയയിൽ പലവിധത്തിലുള്ള ചർച്ചകളും അഭ്യൂഹങ്ങളും സജീവമായി. ഒപ്പം ഇൻസ്റ്റഗ്രാമിൽ വിജയെ തൃഷ അൺഫോളോ ചെയ്തതായും അവർ കണ്ടെത്തി. പിന്നാലെ ഇക്കാര്യം കൂടുതൽ ചർച്ചയായി. ഇരുവരും പ്രണയത്തിലാണെന്ന അടുത്തിടെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഇരുവരും തമ്മിൽ പിരിഞ്ഞോ എന്ന തരത്തിലായിരുന്നു പുതിയ ചർച്ചകൾ. അതിനിടെയാണ് വൈകിട്ട് 7:30 തൃഷയുടെ ഇൻസ്റ്റഗ്രാമിൽ ആ പിറന്നാൾ പോസ്റ്റ് എത്തുന്നത്. ചിത്രത്തിൽ വിജയും തൃഷയും വളരെ സന്തോഷത്തോടെ കേക്കുകൾക്ക് മുന്നിൽ ഇരിക്കുന്നത് കാണാം. മേശപ്പുറത്ത് വലിയ പിങ്ക് വൈറ്റ് തീം കേക്കും അതിനടുത്ത് മറ്റൊരു കേക്കും 3 ചെറിയ ഡെസേർട്ടുകളുമുണ്ട്. മെഴുകുതിരി വെളിച്ചത്തിൽ കേക്കിലേക്ക് നോക്കി ചിരിക്കുന്ന വിജയെയും അദ്ദേഹത്തെ സ്നേഹത്തോടെ നോക്കുന്ന തൃഷയെയും കാണാം. ചിത്രത്തിനൊപ്പം തൃഷ നൽകിയ ക്യാപ്ഷനാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്. എല്ലാത്തിനും മൂല്യമുണ്ടാക്കുന്ന ആ വ്യക്തിക്ക് പിറന്നാൾ ആശംസകൾ എന്നാണ് താരം കുറിച്ചത്. വൈകിയാണെങ്കിലും എത്തിയ ഈ ജന്മദിന ആശംസ സോഷ്യൽ മീഡിയയിൽ നിമിഷനേരം കൊണ്ടാണ് തരംഗമായി മാറിയത്. പിറന്നാൾ ദിവസം അർദ്ധരാത്രിയിൽ തന്നെ തൃഷയ്ക്കൊപ്പം വിജയ് പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചുവെന്ന സൂചനയും പോസ്റ്റിലുണ്ട്. ബർത്ത്ഡേ വിഷിനൊപ്പം ഏഞ്ചൽ നമ്പർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന 0000 എന്ന സംഖ്യയും തൃഷ ക്യാപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് അർദ്ധരാത്രി തന്നെ പിറന്നാൾ ആശംസിച്ചുവെന്നും ആഘോഷം നടന്നുവെന്നുമാണ്. നടിക്കൊപ്പമായിരുന്നു വിജയുടെ പിറന്നാൾ ആഘോഷം എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാഷ്വൽ ഷർട്ടാണ് വിജയുടെ വേഷം. വലിയ അലങ്കാരമൊന്നുമില്ലാതെ സിമ്പിൾ ലുക്കിലാണ് തൃഷ. ബർത്ത്ഡേ വിഷിനൊപ്പം ചുവന്ന ഹാർട്ടിന്റെയും ഈവിൾ ഐയുടെയും ഇമോജിയും നടി ചേർത്തിട്ടുണ്ട്. നടിയുടെ പോസ്റ്റ് നിമിഷനേരം കൊണ്ട് വൈറലായി. തൃഷയുടെ പോസ്റ്റ് കാണാത്തതിനാൽ വിജയ് സംഗീത ജോഡിയുടെ ആരാധകരെല്ലാം ആശ്വാസത്തിലായിരുന്നു. കാരണം നടന്റെ അമ്മ ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും വിജയും സംഗീതയും ഒന്നിക്കാൻ പോവുകയാണെന്നും അടുത്തിടെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതുകൊണ്ടാകും തൃഷ അകലം പാലിക്കുന്നത് എന്നായിരുന്നു ഇക്കൂട്ടർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ രസകരമായ നിരവധി കമന്റുകളാണ് തൃഷയുടെ പോസ്റ്റിന് താഴെ പ്രത്യക്ഷപ്പെടുന്നത്. 40 ലക്ഷത്തിനടുത്ത് ലൈക്സും 2 ലക്ഷം കമന്റുകളുമാണ് ഇതുവരെ പോസ്റ്റിൽ ലഭിച്ചത്. ഇരുവരും അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി കമന്റുകളാണ് പോസ്റ്റിന് താഴെ വരുന്നത്. ഞങ്ങൾ തമ്മിൽ പിണങ്ങിയെന്ന് കാണിക്കാൻ വേണ്ടി വിജയുടെ പിറന്നാളിന് വിഷ് ചെയ്യാതിരിക്കുക, അത് കഴിഞ്ഞ് ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്ന് നാടകം കളിക്കുക, എന്നിട്ട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ഫോട്ടോ അങ്ങ് പുറത്തുവിടുക. നാട്ടിലെ കലിപ്പന്മാർക്കും കാന്താരിമാർക്കും തൃഷയേക്കാളും നിലവാരമുണ്ടല്ലോ ഈശ്വര, അങ്ങേരെയും കൊണ്ടേ പോവുള്ളൂ, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ. എന്നാൽ ഇത് വിജയുടെ പുതിയ ചിത്രമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുൻപുള്ള ഏതെങ്കിലും പിറന്നാൾ ആഘോഷത്തിൽ നിന്ന് എടുത്ത ചിത്രമായിരിക്കും ഇതെന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴും തൃഷ വിജയുടെ അക്കൗണ്ട് അൺഫോളോ ചെയ്തിരിക്കുകയാണ്. പോസ്റ്റിൽ വിജയെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കേക്കും താരവുമുള്ള ചിത്രമായതിനാൽ നടിക്കൊപ്പമായിരുന്നു വിജയുടെ പിറന്നാൾ ആഘോഷം എന്ന ചോദ്യവുമായി ആരാധകരും എത്തി. വിജയ് തൃഷയെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്ന വാർത്ത നേരത്തെ വലിയ ചർച്ചയായിരുന്നു. വിജയുടെ 52ാം പിറന്നാൾ ദിനത്തിൽ പതിവ് തെറ്റിച്ച് തൃഷ ആശംസ അറിയിക്കാത്തതും ആരാധകർക്കിടയിൽ അഭ്യൂഹങ്ങൾക്ക് കാരണമായി. വിവാദങ്ങൾക്ക് വിരാമമായി എന്ന് കരുതിയിരുന്ന വിജയ് ആരാധകരുടെ എല്ലാ സന്തോഷവും തകർത്തുകൊണ്ട് തൃഷയുടെ ബർത്ത്ഡേ വിഷ് പോസ്റ്റ് എത്തിയത്. കഴിഞ്ഞ 3 വർഷമായി വിജയുടെ പിറന്നാൾ ദിനമായ ജൂൺ 22-ന് തൃഷ മുടങ്ങാതെ ചെയ്യുന്ന ഒന്നാണ് താരത്തിനുള്ള പിറന്നാൾ ആശംസ. കഴിഞ്ഞ 3 വർഷമായി അതിനൊരു മുടക്കവും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷം തന്റെ വളർത്തുനായയെ വിജയ് താലോലിക്കുന്ന ചിത്രമാണ് തൃഷ പോസ്റ്റ് ചെയ്തത്. ഇരുവരും ഒന്നിച്ചുള്ള എക്സ്ക്ലൂസീവ് ഫോട്ടോകൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നതും ഈ പോസ്റ്റിലൂടെയാണ്. ഇന്നലെ രാത്രി 12 മണിവരെ എല്ലാവരും തൃഷയുടെ ബർത്ത്ഡേ വിഷ് വരാനായി കണ്ണുനട്ട് കാത്തിരുന്നുവെങ്കിലും ഒന്നും സംഭവിച്ചില്ല. മാത്രമല്ല നടിയുടെ ഫോളോയിങ് ലിസ്റ്റിൽ വിജയുടെ അക്കൗണ്ടും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ സംഗീതയുമായി ഒത്തുചേരുന്നതിന്റെ മുന്നോടിയായി തൃഷയുമായുള്ള എല്ലാ ബന്ധവും വിജയ് അവസാനിപ്പിച്ചു എന്നവരെ പ്രചരിച്ചു. വിജയും ഭാര്യ സംഗീത സ്വർണ്ണലിംഗവും തമ്മിലുള്ള വിവാഹമോചന കേസ് നിലവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിജയുടെ അമ്മ ശോഭാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ശക്തമായി ഇടപെട്ടുവെന്ന് വാർത്തകളുണ്ടായിരുന്നു.
ഒരു നടിയുമായി വിജയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സംഗീത താരത്തിനെതിരെ വിവാഹമോചന കേസ് നൽകിയത്. കേസ് ഓഗസ്റ്റിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. വിവാഹമോചനത്തിൽ സംഗീത ഉന്നയിച്ച കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് തെളിയിക്കുന്ന ഇത്തരം പോസ്റ്റുകളും തൃഷയും വിജയ്യുടെയും പ്രവൃത്തികളും അവരെ മനഃപൂർവ്വം വേദനിപ്പിക്കാനല്ലേ എന്നാണ് പലരുടെയും ചോദ്യം. ചെന്നൈയിലെ വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടുവെന്നും നടിക്കൊപ്പമുള്ള ബന്ധം തനിക്കും മക്കൾക്കും കൂടുതൽ മനോവിഷമമുണ്ടാക്കുന്നുവെന്നും പറഞ്ഞ സംഗീതയോട് കാണിക്കുന്ന അനീതിയാണിതെന്നും ഒരു കൂട്ടർ ആളുകൾ പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ താങ്കൾ, ഒരു പറ്റം യുവ തലമുറയ്ക്ക് മാതൃകയാകേണ്ട താങ്കൾ എന്തുകൊണ്ട് സ്വന്തം ഭാര്യയോടും മക്കളോടും ഈ അനീതി കാണിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രതിഷേധങ്ങൾ. തൃഷ പങ്കുവച്ച പോസ്റ്റിന് താഴെയും വെറുപ്പും വിദ്വേഷവും അറിയിച്ച് നിരവധി കമന്റുകൾ വരുന്നുണ്ട്. അതിലൊരു കമന്റ് തൃഷയുടെ ഉറ്റ സുഹൃത്ത് ചാർമി കൗറിന്റേതാണ്. ഇരുവരും കപ്പിൾസ് ആണ് എന്ന് സ്ഥിരീകരിച്ചുകൊണ്ടാണ് ചാർമിയുടെ കമന്റ്. ഇരുവരുടെയും പ്യുവർ ഗോൾഡ് കപ്പിൾ എന്നാണ് വിശേഷിപ്പിച്ചത്. ദമ്പതികൾ എന്നർത്ഥം വരുന്ന കപ്പിൾ എന്ന പദം ചാർമി പ്രയോഗിച്ചതോടെ ആരാധകരും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു. മുൻപ് തൃഷയുടെ പിറന്നാൾ ദിനത്തിലും ചാർമി പങ്കുവച്ച ഒരു കമന്റ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അവിചാരിതമായി ഇതേ ദിവസമായിരുന്നു വിജയ് തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും. അന്ന് തൃഷയെ ഭാഗ്യത്തിന്റെ പ്രതീകമെന്നാണ് ചാർമി വാഴ്ത്തിയത്. ചരിത്ര പുസ്തകത്തിൽ തൃഷയുടെ ജന്മദിനം വിജയം എന്ന് വേണം രേഖപ്പെടുത്താനെന്നും ചാർമി അന്ന് കുറിച്ചിരുന്നു. വിജയും തൃഷയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ് പുതിയ ചിത്രമെന്ന് ആരാധകർ പറയുമ്പോഴും ചാർമിയുടെ കമന്റും നിലവിലെ സാഹചര്യങ്ങളും തമിഴ് സിനിമാ ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. നീണ്ട 15 വർഷക്കാലം ഒരു സിനിമയിൽ പോലും ഒന്നിച്ച് അഭിനയിക്കാതിരുന്ന വിജയും തൃഷയും ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രം ലിയോയിലൂടെയാണ് വീണ്ടും സ്ക്രീനിൽ ഒന്നിച്ചത്. ഈ ഒത്തുചേരലിനെ കുറിച്ച് മുൻപ് തൃഷ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഒരു സ്കൂൾ കാല സുഹൃത്തിനെ വളരെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നത് പോലെയായിരുന്നു വിജയെ കാണുന്നത്. അതേ സ്നേഹവും സൗഹൃദവും ആശ്വാസവും ഞാൻ അനുഭവിച്ചറിഞ്ഞു. എന്റെ 20 വർഷത്തെ കരിയറിൽ ഏറ്റവും കൂടുതൽ സഹകരിച്ചത് വിജയ്ക്കൊപ്പമായിരുന്നു എന്നും തൃഷ പറഞ്ഞിരുന്നു. 1999 ഓഗസ്റ്റ് 25-നാണ് വിജയും സംഗീതയും വിവാഹിതരായത്. ഇരുവർക്കും ജേസൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നീ 2 മക്കളുണ്ട്. 1954-ലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹം. വിജയ് തൃഷ ബന്ധത്തെക്കുറിച്ച് പല ഗോസിപ്പുകളും ഉണ്ടായിരുന്നുവെങ്കിലും ഇരുവരെയും ബന്ധിപ്പിച്ച് പരസ്യമായുള്ള ആക്രമണം തുടങ്ങിയത് ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് തൃഷയും വിജയും പ്രൈവറ്റ് ജെറ്റിൽ പോയതാണ്. വിജയ് പാർട്ടി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലായിരുന്നു ആ വിവാഹം. അതിനുശേഷമാണ് വിജയ് തൃഷയ്ക്കൊപ്പം പരസ്യമായി തന്നെ രംഗത്തെത്തിയത്. വിവാഹമോചനത്തിന് ഭാര്യ കേസ് കൊടുത്ത സാഹചര്യത്തിൽ ട്വിന്നിംഗ് ഡ്രസ് ധരിച്ച് കല്യാണത്തിന് പങ്കെടുത്തതും തെരഞ്ഞെടുപ്പ് ഫലം തൃഷയ്ക്ക് വേണ്ടി ആഘോഷിച്ചതും സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻ സീറ്റിൽ തൃഷയ്ക്ക് ഇരിപ്പിടം ഒരുക്കിയതും അടക്കം നടൻ അജിത്തിന്റെ അമ്മയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് വിജയ് എത്തുമ്പോൾ കൂടെ തൃഷയും ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇത്രയൊക്കെ വിമർശനങ്ങൾ വന്നിട്ടും എന്തുകൊണ്ട് ഇരുവരും ഈ രീതി തുടരുന്നു എന്നാണ് ഇപ്പോൾ ആളുകളുടെ ചോദ്യം. അതേസമയം തങ്ങൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രചാരണങ്ങളിൽ ഇരുവരും ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല. വ്യക്തിജീവിതത്തിലെ ഇത്തരം കാര്യങ്ങളിൽ ഇരുവരും കാണിക്കുന്ന നിശബ്ദത ആരാധകർക്കിടയിൽ കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് വഴിവെക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ വസ്തുതകൾ വെളിപ്പെടുത്താൻ ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.